തെയ്തെയ്തകതെയ്തെയ്തോ തിത്തിത്താരാതെയ്തെയ്തോ തെയ്തെയ്തകതെയ്തെയ്താരാക്കിടതോ. വേഗം മികവുകളഖിലവുമേകും വികസന സുമുഖം ലോകം സകലരും ഒരുപോൽ നേടും നാളുകൾ പാടാം പുതുതലമുറയുടെ ഗാനം അറിവുകൾ ഒരു പിടിപ്പാകാം അരിയൊരു പകലിനു നേരാം ഭാവുകം. അനുമതി നൽകാം സുതാര്യ കേരളം ശുഭാംഗദർശനം സുതാര്യ കേരളം മുന്നേറും ജനഹൃദയം. തെയ്തെയ്തകതെയ്തെയ്തോ തിത്തിത്താരാതെയ്തെയ്തോ തെയ്തെയ്തകതെയ്തെയ്താരാക്കിടതോ. തെയ്തെയ്തകതെയ്തെയ്തോ തിത്തിത്താരാതെയ്തെയ്തോ തെയ്തെയ്തകതെയ്തെയ്താരാക്കിടതോ. സുതാര്യ കേരളത്തിൻ്റെ ഈ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥരും സ്റ്റുഡിയോയിൽ സന്നിധരാണ്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പരാതികളാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാ പരാതികൾക്കും ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയും എന്നുള്ള ശുഭ വിശ്വാസത്തോടെ നമുക്ക് ഈ പരിപാടി ആരംഭിക്കാം. അടുത്ത പരാതി ശ്രീ മണികണ്ഠൻ പാലക്കാട് നിന്നുള്ള പരാതിയാണ്. ഒറ്റപ്പാലം താലൂക്കിലെ പാടശേഖരം സമിതിയുടെ കീഴിൽ നെൽകൃഷി ചെയ്തു വരുന്ന വയലുകൾ ഭൂമാഫിയ വാങ്ങി രാത്രികാലങ്ങളിൽ മണ്ണിട്ട് നികത്തുന്നു എന്നുള്ളതാണ് പരാതി. ഇതിനെ ആസ്പദമാക്കി ഒരു വിഷ്വൽ ആദ്യം നമുക്ക് കാണാം. പാലക്കാട് ജില്ലയിലെ കുലുക്കല്ലൂർ പഞ്ചായത്തിൽ ഭൂമി കച്ചവടക്കാർ ഏക്കർ കണക്കിന് നെൽവയലുകൾ സ്വന്തമാക്കുകയും ഇവിടെ കാണുന്ന രീതിയിൽ മണ്ണിട്ട് നികത്തുകയും ചെയ്യുന്നത് മൂലം പ്രദേശത്തെ നെൽകൃഷിക്ക് ഭീഷണി സൃഷ്ടിക്കുന്നു എന്ന പരാതിയുമായാണ് കർഷകനായ മണികണ്ഠൻ സുതാര്യ കേരളത്തെ സമീപിക്കുന്നത്. പൂർവികന്മാരായിട്ട് കൃഷി ചെയ്ത് ജീവിച്ചു വരുന്ന അവസ്ഥയാണ്. എനിക്ക് ഈ പാടശേഖര സമിതിയിൽ ഏകദേശം 2.5 ഏക്കറോളം നെൽപ്പാടമുണ്ട്. അപ്പോൾ അവിടെ കാലാകാലങ്ങളായിട്ട് 2 വിള കൃഷി ചെയ്തിരുന്നതാണ്. ഇപ്പൊ 4-5 വർഷമായിട്ട് എനിക്ക് ഒരു വിളയാണ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന് കാരണം ഇവിടെ പാടങ്ങളൊക്കെ നികത്തി വെള്ളം ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ഈ പ്രദേശത്ത് ഏകദേശം 5 കുളങ്ങളോളം ഉണ്ട്. അതിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളവും ഈ പ്രദേശത്തെ മഴവെള്ളം മുഴുവൻ ഒഴുകി വരുന്നത് ഈ പാടത്തിലേക്കാണ്. ഈ വെള്ളങ്ങളൊന്നും ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിൽ പാടം നികത്തി വേറെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ പാടത്തിൽ നിന്ന് ഏകദേശം 5 ഓവുചാലുകൾ ഉണ്ടായിരുന്നു വെള്ളം ഒഴിഞ്ഞു പോകാനായിട്ട്. അത് ഇപ്പോൾ ഒരു ഓവുചാലായി മാത്രം അവശേഷിച്ചിരിക്കുകയാണ്. ബാക്കി 4 എണ്ണവും മണ്ണ് നികത്തി അടച്ചു കഴിഞ്ഞു. അതുകൊണ്ട് വെള്ളം ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പോൾ രാത്രി 1 മണി 2 മണി സമയത്താണ് മണ്ണ് കൊടുന്ന് നികത്തുന്നത്. അതേപോലെ ഇവിടെ കൃഷി ചെയ്തു വരുന്ന 10 സെന്റ് അതേപോലെ ഒരു കണ്ടം ഉള്ള ആൾക്കാരെ നിന്നൊക്കെ കൃഷി മേടിച്ച് മണ്ണ് നികത്തി വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഭൂമാഫിയ അതിൻ്റെ പിന്നാലെ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ പോലെ കർഷകർക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണം. ശരി മണികണ്ഠൻ, ADM ഉണ്ട്, ADMനോട് ചോദിക്കട്ടെ. ഇതെന്താ ഈ പരാതി കേട്ടല്ലോ സർ? നെൽപ്പാടങ്ങളിൽ നികത്തിയ മണ്ണ് നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. ഈ പരാതിയെക്കുറിച്ച് അന്വേഷിച്ചു. ഇത് തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ ലംഘനം ഉണ്ടെന്ന് കണ്ടെത്തുകയും
സെക്ഷൻ 13 പ്രകാരം ഉത്തരവ് ഇറക്കുന്നതിനായി കക്ഷികൾക്ക് 10/4/2003 ജില്ലാ കളക്ടർ വിചാരണയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ആ വിചാരണയിൽ സെക്ഷൻ 13 അനുസരിച്ചുള്ള നടപടിക്രമം എത്രയും വേഗം പൂർത്തിയാക്കി നടപടി സ്വീകരിക്കുന്നതാണ് സർ. ഇപ്പം വിഷ്വല് കണ്ടതിനകത്തും തന്നെ മണ്ണ് ഇട്ട് പുതിയതായിട്ട് മണ്ണിട്ട് നികത്തുന്നത് ആണെന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടും. അപ്പം അത് തികച്ചും തെറ്റായിട്ടുള്ള നടപടിയാണ്. അത് എതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കണം. സെക്ഷൻ 13 അനുസരിച്ച് പാലക്കാട് ജില്ലയിൽ തന്നെ നമ്മൾ 25ഓളം കേസുകൾ ഓർഡർ ആക്കിയിട്ടുണ്ടായാലും 6.9 ഏക്കർ നാളിനകം പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടുണ്ട്. ഈ കേസിൽ അത്തരം നടപടി സ്വീകരിക്കാം സർ. മിസ്റ്റർ മണികണ്ഠൻ കേട്ടല്ലോ? കേട്ടു സാർ. ഓക്കെ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പം ഹിയറിങ്ങിന് ഡേറ്റ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് നടപടി ഉണ്ടാകും. എന്നാലേ ഞങ്ങൾക്ക് അടുത്ത കൃഷി ഇറക്കാൻ പറ്റുള്ളൂ. അതാണ് സാർ. ഓക്കെ.